സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് വ്യാഴാഴ്ച ഒറ്റയടിക്ക് 1640 രൂപ കുറഞ്ഞതിന് പിന്നാലെ വെള്ളിയാഴ്ച 160 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു പവൻ സ്വർണം 70,040 രൂപയിലാണ് വ്യാപാരം നടത്തുന്നത്. ഗ്രാമിന് 20 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഗ്രാമിന് 8755 രൂപയാണ് വില. 10 ദിവസത്തിനിടെ 4000 രൂപയുടെ കുറവാണ് സ്വർണ്ണവില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള മേഖലയിൽ വ്യാപാര യുദ്ധഭീതി ഒഴിയുന്നതിനാൽ സ്വർണ്ണവില കുത്തനെ കുറയാൻ സാഹചര്യമൊരുങ്ങുന്നുണ്ട്. ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ ദുർബലമാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ ആഗോള ഫണ്ടുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണത്തിൽ നിന്നും പണം പിൻവലിച്ചു. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ പ്രിയമേറിയതാണ് കഴിഞ്ഞ 2 വർഷമായി സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചത്. വ്യാപാര യുദ്ധം അതിരൂക്ഷമായതോടെ ഏപ്രിൽ 2ാം വാരം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3,380 വരെ ഉയർന്നിരുന്നു. എന്നാൽ ചൈനയുമായി വ്യാപാര ചർച്ചകൾ തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ സ്വർണ്ണവില താഴാൻ തുടങ്ങി. ഇതോടൊപ്പം ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ശക്തി ആർജിച്ചതും അമേരിക്കൻ ബോണ്ടുകളുടെ മൂല്യം ഉയർന്നതും സ്വർണ്ണ വിപണിക്ക് പ്രതികൂലമായി. കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $3,270 വരെ താഴ്ന്നു. ഇതോടെ കേരളത്തിലും സ്വർണ്ണവില കുറയാൻ ഇടയുണ്ട്. ഇന്നലെ കേരളത്തിൽ സ്വർണം പവന് 71,840 രൂപയിൽ മാറ്റമില്ലാതെ തുടർന്നു. വില ഉയർന്ന തലത്തിൽ തുടരുന്നതിനാൽ അക്ഷയ തൃതീയ ദിനമായ ഇന്നലെ സംസ്ഥാനത്തെ ജ്വല്ലറികളിൽ വിൽപ്പനയിൽ സമ്മിശ്ര പ്രതികരണമാണ് ദൃശ്യമായത്. വിലക്കയറ്റം ഉപയോക്താക്കളുടെ വാങ്ങൽ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുവെന്നും ജ്വല്ലറി ഉടമകൾ പറയുന്നുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കാണ് നിലവിൽ പ്രിയം കൂടുന്നത്. ഇതോടൊപ്പം ചെറിയ ആഭരണങ്ങളിലേക്കും ഉപയോക്താക്കൾ മാറി. സമ്മാനങ്ങൾ നൽകുന്ന രീതിയിലും മാറ്റം ദൃശ്യമാണ്. ഇതിനിടെ വിലയിലെ കുതിപ്പ് കാരണം രാജ്യത്തെ സ്വർണ്ണാഭരണ വിൽപ്പന മേഖല കനത്ത തിരിച്ചടി നേരിടാൻ ഇടയുണ്ടെന്നും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.